ഇങ്ങനെ ഒരു സാധനം വെക്കണത് നല്ലതാണ് കേട്ടോ. കേട്ടോ ബുദ്ധിമുട്ട് ഇതാലുള്ള ഗുണങ്ങൾ നമ്മുടെ താറാവുകൾക്കും കോഴികൾക്കും ഒക്കെ നന്നായിട്ട് കൊടുക്കാൻ പറ്റും. ഹലോ, അപ്പോൾ അതാ ഞാനേ ചെറിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നാണ് BSF ലാർവകളെ ഉണ്ടാക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അത് ചെയ്യുന്ന വീഡിയോസ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ നല്ലൊരു വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇതുപോലെ 2 കല്ല് വേണം നമുക്ക്. ഇതുപോലെ എന്ന് പറഞ്ഞാൽ 2 കല്ല് വേണം. അതുപോലെ ഇതുപോലെ ഒരു പൈപ്പോ ഷീതോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബലമുള്ള 2 വടികൾ എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. ഒരു 4-4.5 അടിയോളം വേണം. പിന്നെ നമുക്ക് വേണ്ടത് ചകിരിച്ചോറാണ്, പച്ചവെള്ളമാണ്, പിന്നെ ഫുഡ് വേസ്റ്റ് ഏകദേശം അങ്ങനെ. ഇത് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റാണ്. ഇത് നമുക്ക് എന്താ പറയുക ഉള്ളിത്തോലാണ്. പിന്നെ ഇതുപോലുള്ള കുട്ടികളാണ് നമ്മൾ ഇപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലാസ്റ്റ് ഞാൻ പറയാം. ഇത് നമുക്ക് ലാർവകൾ ഉണ്ടായിട്ട് ഓൾറെഡി നമുക്ക് ഇതിലൂടെ ലാർവകളെ പുറത്ത് പോരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക ഇങ്ങനത്തെ സാധനം. അപ്പോൾ നമ്മൾ കൈയോട് എടുക്കാനോ വെക്കാനോ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു 2 പാത്രം വേണം. ഒന്ന് വെള്ളയും വെച്ച് ഓട്ട് ചേർത്തുണ്ട്. അതേപോലെ ഇതുപോലത്തെ സാധനം നമുക്കുണ്ടെങ്കിൽ നമ്മളെ ലാർവകളെ നമുക്ക് ചിലവ് കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രം അതേപോലെ നല്ല അളകാത്ത തരത്തിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളിതാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തേക്കാണ് നമ്മൾ ഈ ഒരു കല്ലിന് വെച്ച് കൊടുക്കുന്നത്. കല്ല് വെക്കുമ്പോൾ നോക്കേണ്ടത് ഇവിടെ എവിടെയും മുട്ടാത്ത തരത്തിൽ നമ്മൾ ആക്കി വെക്കണം. എന്നാലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഉപയോഗം ഉണ്ടാവുള്ളൂ. അവിടെ നമ്മളിതാ ഈ ഒരു പൈപ്പിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സാധനം വെക്കണത് നല്ലതാണ് കേട്ടോ. അതായത് നമ്മളിതിലേക്ക് ഈ ഒരു വെള്ളത്തേക്ക് നമ്മളെ ഇതൊന്ന് വേസ്റ്റ് ഒലിച്ചു പോകാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ ഇതിൻ്റെ പുറത്ത് എന്തായാലും വേസ്റ്റ് പോയിക്കോളും. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ചെയ്യാൻ പറ്റും. ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പരിപാടി ഒന്നും നടക്കില്ല കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. ഇതുപോലെയാണ് ഈ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത്. ഏതായാലും ഭാഗത്തേക്ക് ചെരിവ് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് വെള്ളം ഒഴിഞ്ഞ് പോകാനാണ്. അതൊക്കെ മെല്ലെ മെല്ലെ നമുക്ക് കാണാൻ പറ്റും. ഇതാണിപ്പോൾ നമ്മുടെ പരിപാടി. ഉള്ളിത്തോലാണ് ഞാൻ ആദ്യം ഇടുന്നത്. ഉറുമ്പ് പ്രത്യേകം നോക്കണം. ഉറുമ്പ് നോക്കിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം അന്നാന്നൊക്കെ ഉള്ളതാവുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അല്ലാത്ത ദിവസങ്ങളാവുമ്പോൾ ബുദ്ധിമുട്ടും. ആളുകളെ ഇത് സ്മെല്ലുണ്ടാവാതിരിക്കാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു. അതിനാണ് കേട്ടോ നമ്മൾ ഇതേപോലെ ഒരു കുറച്ച് ചകിരിച്ചോറ് ഇതിൻ്റെ ഗ്യാപ്പിലിട്ട് കൊടുക്കണം. ഗ്യാപ്പിലിട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സ്മെല്ലില്ലാത്ത രീതിയിലാക്കാൻ പറ്റും. എന്നാൽ ചകിരിച്ചോറ് ഒരുപാടൊന്നും ഇടരുതിട്ടില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ലാർവകൾ ഉണ്ടാവാതിരിക്കാൻ, ചത്തുള്ള ലാർവകൾ ചത്തുപോകാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ലെയറായിട്ടും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതാണിപ്പോൾ നമ്മളിതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് കൊണ്ട് നടത്താൻ പറ്റും. ഇനി ഇതിൽ എന്തൊക്കെ വേസ്റ്റ് കിട്ടുന്നുണ്ടോ, പിന്നെന്താ പച്ചക്കറി വേസ്റ്റും എന്ത് സാധനങ്ങളാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളെ ഫുഡ് വേസ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഇതൊരു 8 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കിതിന്ന് ലാർവകളാണ് വീഡിയോസൊക്കെ ഇടാൻ പറ്റും ഇൻഷാ അല്ലാഹ്, കേടുപാടൊന്നും ഇല്ലെങ്കിൽ. ഉള്ളിത്തോലി ഇട്ടുകൊണ്ട് നമ്മൾ ഉള്ളിത്തോലി ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കണം. ഉള്ളിത്തോലി കിഴങ്ങ് അതൊക്കെ എന്താ വെച്ചെങ്കിൽ നല്ല പെട്ടെന്ന് ലാർവകൾ വരാൻ ഏറ്റവും പെട്ടെന്ന് സഹായിക്കുന്നത് ഈ ഒരു സാധനങ്ങളാണ്. ഇത് ഫ്രൂട്ട്സിൻ്റെ ഇതുണ്ട്, അത് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നാരങ്ങ
പുളി ഐറ്റംസുകൾ ഇതിൽ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മളിപ്പോൾ കുറേ ഉണ്ടാവുകൊണ്ട് നമ്മളിപ്പോൾ മാങ്ങയും അതേപോലെ പിന്നെന്താ നാരങ്ങയുടെയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും ഒരുപാടൊന്നും നമ്മളതിൽ ചേർക്കരുത്. അപ്പോൾ ഈ ലാർവകളൊക്കെ ചത്തുപോകും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളെ ലാർവകളെ സെറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ്. ചിലവ് കുറച്ച് നമ്മളെ താറാവുകളും കോഴികളും മീനുകളും എല്ലാത്തിനും നമുക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു പരിപാടിയാണ്. നമ്മളെ വീട്ടിൽ വേസ്റ്റായിട്ടൊന്നും പോകില്ല. നമ്മളെ കാര്യങ്ങളൊക്കെ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് അങ്ങനെ നടക്കും. അപ്പോൾ ഇതാണ് നമ്മളെ പരിപാടികൾ ചെയ്യുന്നത്. നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ് ആണെന്നുവെച്ചെങ്കിൽ അതൊക്കെ നമുക്കത് ഇട്ട് കൊടുക്കാൻ പറ്റും. കവറുകൾ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ ഒന്ന് നോക്കിയാൽ മതി. അഥവാ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ എടുത്ത് ഒഴിവാക്കുക. എന്നാൽ നമുക്കൊരു കുഴപ്പമുണ്ടാകും. ഇത് കടലാസാണ്. എന്ത് വേണേലും നമുക്കിടാം. ഒരെണ്ണം ഫുള്ളായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് വീണ്ടും ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരെണ്ണം ഫുള്ളാക്കിയിട്ട് ഏതാണോ ചെയ്യുന്നതെങ്കിൽ ആ ഒരെണ്ണത്തിനെ നമ്മൾ നന്നായിട്ട് ഫുള്ളാക്കി സെറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മളെ പരിപാടി ഓക്കെ ആവും. ഉള്ളിത്തോല എത്രയും കിട്ടുന്നത് നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് ലാർവകൾ ഉണ്ടാകാൻ ഇതാണ് ഏറ്റവും നല്ലത്. ഉള്ളിത്തോല് അതേപോലെ കിഴങ്ങ്, അതാണ് നമുക്ക് നല്ലതായിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ലാർവകൾ വരും. ഇത് നമ്മൾ പ്രത്യേകം വേറെ കാര്യം ശ്രദ്ധിക്കണം. മഴക്കാലമാകുമ്പോഴേ നമുക്കിതിലേക്ക് വെള്ളം കൂടുതൽ വരും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ നമ്മൾ ഇതേപോലെ വെള്ളമാവാത്ത തരത്തിൽ എന്തെങ്കിലും സാധനം വെച്ചെടുത്ത് കഴിഞ്ഞാൽ പരിപാടി സെറ്റാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തതിൻ്റെ ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം. എങ്ങനെയാണ് നമ്മൾ നോക്കി നോക്കാം. അപ്പം മഴക്കാലമാണ്. മഴക്കാലത്തിൻ്റെ ചെറിയൊരു അല്ലറച്ചിലുള്ള കേടുകളൊക്കെ ഉണ്ടാവും. നമ്മളുള്ള സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ തന്നെ പരമാവധിയൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളൊരു വെള്ളമാവാത്ത തരത്തിലുള്ള വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളിതേപോലെ ഉള്ളിത്തോലൊക്കെ ഇട്ടതിൽ വേസ്റ്റ് ഇതായി കൊണ്ട് വരുന്നുള്ളൂ. ഇതാണോ ഇതിലായി വരുന്നുള്ളൂ. നമുക്കിതാ ഇതിൽ ലാർവകളുണ്ടാവും. കണ്ടോ മേൽഭാഗത്ത് കൂടെ കണ്ടോ ലാർവകൾ കണ്ടോ. ഇതൊക്കെ നമ്മൾ അധികമുള്ള ലാർവകൾ നമുക്ക് പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ കണ്ടോ ലാർവകൾ കണ്ടോ. ഇതാണ് നമ്മളിത് ചെയ്താലുള്ള ഗുണങ്ങൾ. നമ്മുടെ താറാവുകൾക്കും കോഴികൾക്കും ഒക്കെ നന്നായിട്ട് കൊടുക്കാൻ പറ്റും. കണ്ടോ സാധനം കണ്ടോ. ഇത് ഓൾറെഡി നമ്മൾ ഇങ്ങനത്തെ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ താറാവുകളെ കണ്ടോ ഓലൊക്കെ ഒന്ന് വിട്ടിട്ടില്ല, പോലെ വിടേണ്ട സമയമാക്കണോ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ എടുക്കാനോ കൊടുക്കാനോ ഒന്നും ചെയ്യണ്ട. ഓൾറെഡി നമുക്ക് ഇതാണ്ടോ ഈ ഇതിലെ ഹോളുകളുണ്ട്. ഇതിൻ്റെ ഹോളിൽ കൂടെ നമുക്ക് ഇതേപോലെ താഴത്തു കൂടെ അങ്ങനെ വീഴും. അപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങളായിട്ട് അവർ കഴിച്ചോളും. ചെറിയൊരു ഇതുണ്ടാവും. ഒന്ന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരിക്കലും സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ അത് ഈ ഒരു ലാർവൽ സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ നോക്കരുത്. ഓക്കെ, ഇതാണ് നമ്മളെ പരിപാടികൾ. കണ്ടോ സാധനം കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ പരിപാടികൾ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഏതെങ്കിലുമൊക്കെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യാം. ഓക്കെ.